എന്റെ അപ്പോ അയ്യോ പ്ലീസ്. എന്റെ അമ്മോ എന്റെ അപ്പോ കൈ ചേച്ചി you said that. വിരല് അയ്യോ no. ആണ്ടെ എന്തൊക്കെയുണ്ടോ കാണി ആണ്ടെ എന്ത് ദൈവമേ പൊളി 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 സൂപ്പർ അതെങ്ങനെയത് ബാക്കിലൊരു ടേബിൾ ഉണ്ട് അയ്യോ ആണ്ടെ അയ്യോ കമ്പി ഞാനോ ആ പിന്നെ ഗുഡ് വൺ സൂപ്പർ കഴുത്തിന്റെ ബാക്കിലാ ആ ഓ
മൊട്ടേനെ വെച്ച് ചേച്ചി. അയ്യോ. ഓ. അടിപൊളി അടിപൊളി come on. Yes 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 yes. ഓ ഓ ഇത് റബ്ബർ മനുഷ്യനൊന്നും പറയാൻ പറ്റില്ല. ഇത് റബ്ബർ ഇത് എന്ത് മനുഷ്യൻ? സത്യം പറ, നീയല്ല ഏലിയൻ അവിടുന്ന് വന്നത്. അല്ല, യഥാർത്ഥത്തിൽ റബ്ബർ മനുഷ്യനെന്ന് നമുക്ക് വേണം പേരിടാൻ. അതിന് വലിച്ചോണ്ടിരിക്കാൻ അറിയാമോ? ഏത് എത്ര വർഷത്തെ പ്രാക്ടീസ് ആയിരിക്കും ഞങ്ങൾ ഈ കണ്ടത് ഇപ്പൊ സ്റ്റേജില്? ഇത് ഏകദേശം ഒരു 14 വർഷത്തോളമുള്ള പ്രാക്ടീസ് ഓ ആണ്. ഗ്രേറ്റ്. അപ്പൊ ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പോ 24. 10 വയസ്സിൽ തുടങ്ങി. അതെ. ഇത് യോഗയിലാണോ ആദ്യം തുടങ്ങുന്നത്? അല്ല, ഞാൻ കരാട്ടയിലാണ്. കരാട്ടെ. ഞാൻ ആക്ച്വലി കരാട്ടേന്റെ മാഷാണ്. നമ്മൾ ഇതിന്റെ മുമ്പേ കണ്ടീഷൻ yes. സംസാരിച്ചില്ലേ? മുപ്പര തന്നെയല്ലേ ചെയ്ത്? അതെ അതെ. ചെയ്തിരുന്നു. അതെ അതെ ഈ പെർഫോമൻസിന് ഏതെങ്കിലും റെക്കോർഡ്സോ കാര്യങ്ങളോ നോക്കിയിട്ട് ട്രൈ ചെയ്തിട്ടോ കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ആ. എനിക്ക് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട്. ആഹാ. അത് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത റെക്കോർഡാണ്. ലോകത്ത് വേറെ ആരും ചെയ്തിട്ടില്ല. ഏതായിരുന്നു ചെയ്തത്? ലാസ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ള എഗ് ബ്രേക്കിംഗ് ഇല്ലേ? പക്ഷെ എഗ് ഉണ്ടാവില്ല. പക്ഷെ 30 സെക്കൻഡ് കൊണ്ട് 35 തവണ ഇങ്ങനെ മടക്കി ചെയ്തിരും. 30 സെക്കൻഡ് കൊണ്ട് 35 തവണ. ഓക്കെ. അപ്പൊ അതിന് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഉണ്ട്. പെർഫെക്റ്റ്. ആ. അപ്പോ അതേപോലെ തന്നെ ഗിന്നസിൽ അതൊന്ന് ഫസ്റ്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിൽ അപ്ലൈ ചെയ്യണമെന്ന് അത് ആഗ്രഹമുണ്ട്. ഗിന്നസ് ആരും ചെയ്തിട്ടില്ല. കണ്ടിട്ടില്ല. Perfect. ആ. അതിനൊരു ടൈറ്റിൽ ക്രിയേറ്റ് ചെയ്യണം. അടിപൊളി. ആ. അതിന്റേതായിട്ടുള്ള കുറച്ച് റിസർച്ചിലാണ്. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ ബ്രോ. അതായത് ഇത് എന്നാണ് മനസ്സിലായത് ഈ എന്റെ ബോഡി ഇങ്ങനെ Flexible ആവുന്നു. flexible ആണ്, അല്ലെങ്കിൽ എന്റെ ഇങ്ങനെയൊക്കെ വഴങ്ങും, അല്ലെങ്കിൽ റബ്ബർ പോലെയാണെന്ന് എന്ന് മനസ്സിലായി? അത് ശരിക്ക് എന്റെ ഓർമ്മയിലൊരു 3ാം ക്ലാസ്സിലുള്ളൊരു പിക്ചറാണ് മൈൻഡിലുള്ളത്. എന്താന്ന് വെച്ചാല് ചെറുപ്പത്തിൽ എന്റെ ഈ ലെഫ്റ്റ് ലെഗ് ഇടത് കാല് തലേന്റെ കുറച്ച് പുറകു വരെ പോവും, കുറച്ചെത്തും. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്നൊക്കെ ഈ ചായ കുടിക്കുന്ന സമയത്തൊക്കെ എവിടെയെങ്കിലും ഇരുന്നൊക്കെ ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് ചിലപ്പോൾ ചീത്തൊക്കെ പറയും, എന്തെങ്കിലും പരിക്ക് പറ്റുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് സ്കൂൾ പോകുന്ന സമയത്ത്, അപ്പോൾ ചെറിയ കുട്ടിയായിരുന്ന ടൈമിലൊക്കെ ക്ലാസ്സിൽ നിന്ന് ഞാൻ ഈ PT പീരീഡൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ വെറുതെ ചുമ്മാ ചെയ്യും. അപ്പൊ ഇത് കാണുമ്പോ കുട്ടികൾ കൂടും. അപ്പൊ ഞാൻ ഷോ നടത്തി തുടങ്ങി. സ്ഥിരം ഇത് അങ്ങനെ 3ാം ക്ലാസ്സിൽ നിന്നാണ് ഫസ്റ്റ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർമ്മയത്. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് കരാട്ട ഫീൽഡിൽ എന്ന് വെച്ചാൽ ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് കരാട്ട പഠിക്കുന്നുണ്ട്. പക്ഷെ അവരെ ആരും ഇതേപോലെ ഒരു ആൾക്കാർ ഒരുപാട് കൂടി അവരെ ശ്രദ്ധിക്കുകയോ കാര്യങ്ങളോ ചെയ്യുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് എന്നെ ശ്രദ്ധിക്കുന്നത്? അപ്പൊ ഈ ഒരു രീതിയിൽ ഇത്തരം കാര്യങ്ങൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായി. ഈ 14 വർഷത്തിന്റെ ഉള്ളിലാണ് ഇത്രയും ആക്കി എടുത്തത്, ഒറ്റ ദിവസം കൊണ്ടല്ല. നമ്മൾ ഈ ഒരു ആക്ടിന്റെ ഇടയ്ക്ക് 2 ഗേൾസ് വന്നു, അവരെ തട്ടിക്കളയുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ല. അതാരായിരുന്നു അവർ രണ്ടുപേര്? അത് രണ്ടുപേരും ഒന്നെന്റെ വൈഫാണ്. നീ ഇങ്ങനെ വൈഫോ? ഞെട്ടിക്കുന്ന ഏതാണ് വൈഫ്? മറ്റത് കുട്ടിയാന്ന് കൂടെ പറയരുത് പ്ലീസ്. അടുത്തത് സിസ്റ്ററാണ്. നന്നായി. വരൂ വരൂ. ഏതാ വൈഫ്? ഏതാ? ഇത് വൈഫ്. അത് വൈഫ്, ഇത് സിസ്റ്റർ. അല്ല, നിങ്ങളും ഇതുപോലെ ചെയ്യോ? നിങ്ങൾ രണ്ടുപേരും സിസ്റ്ററോ വൈഫോ ആരെങ്കിലും ഇതുപോലെ റബ്ബർ ബാൻഡ് പരിപാടി ഉണ്ടോ? ഇങ്ങനെ ചെയ്യലില്ല. ഇങ്ങനെ ചെയ്യില്ല. പിന്നെന്താ? ഈ റബ്ബർ ബാൻഡിനെ അടിച്ച് ഷേപ്പ് ആക്കും. ഇത്രത്തോളം എന്തായാലും എത്തൂല. അല്ല ശരി, കല്യാണം കഴിക്കുന്ന സമയത്ത് അറിയായിരുന്നല്ലോ ഇങ്ങനത്തെ ആക്ടും കാര്യങ്ങളൊക്കെ ചെയ്യും? അതോ അതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നോ? അറിയാം, നന്നായിട്ട് അറിയാം. അത് കണ്ട് ഫാൻ ആയാണ് കല്യാണം കഴിച്ച? അങ്ങനെയാണോ? ലവ് മാരേജ് ആണോ? ലവ് മാരേജ് ആണ്. ലവ് മാരേജ് ആണ്. പക്ഷെ എന്താണ്, എന്നോട് സാധാരണ അങ്ങനെ പൊതുവെ പെട്ടെന്നൊരു പെൺകുട്ടികൾ പ്രത്യേകിച്ച് സംസാരിക്കാൻ പഠിക്കുന്ന ഒരു ഇതാണ്. കാരണം ഒന്നാമത് മുടിയൊക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ അങ്ങനെ ഒരു സംസാരപ്രിയനല്ല എവിടുന്നും. പ്രത്യേകിച്ച് കരാട്ടയാണ് എന്തെങ്കിലും കാരണമാലും അധികം ആരും അങ്ങനെ നിക്കാറില്ല. ശരി, അപ്പൊ ഇതെങ്ങനെയാണ് ഈ കരാട്ടേനെ കിട്ടിയത്? വരാനുള്ളത് വഴി തങ്ങൂല. നേരത്തെ വന്നൊക്കെ. അക്ഷയ്ക്ക് 2 ലുക്കാണ് ഇവിടെ നിന്ന് നോക്കുമ്പോ. ഒന്ന് സിംഗർ ഡബ്സി, 2 പഴയ ബാബു ആന്റണി. ആണോ? അടിപൊളി അടിപൊളി. ഇവിടെ നമുക്ക് ഡബ്സി ആട്ടോ. കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോ സൂപ്പർ. പേരെങ്ങനെയാ?
ജയപ്രിയ. ജയപ്രിയ, അടിപൊളി. എന്തായാലും സപ്പോർട്ടീവ് ആയിട്ട് കൂടെ പോകുന്നുള്ളൂ, അതന്നെ ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ഇനി സിസ്റ്ററിനെ പരിചയപ്പെടാം. പേരെങ്ങനെയാ സിസ്റ്ററിന്റെ? എന്റെ പേര് ആതിര. ആതിര എന്താണ്? അതെ, ഞാനും കരാട്ടെ പഠിക്കുന്നുണ്ട്. പിന്നല്ല, കരാട്ടെ പഠിക്കുന്നുണ്ട്. പറഞ്ഞപ്പോൾ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? എന്തെങ്കിലും സ്പെഷ്യൽ ആക്സും കാര്യങ്ങളൊക്കെ ചെയ്തു ഇല്ല, തുടങ്ങി? ഇത്ര ഫ്ലെക്സിബിലിറ്റി കിട്ടിയിട്ടില്ല. ഇത്ര കിട്ടിയിട്ടില്ല. എന്തായാലും ഗംഭീരായിരുന്നു. ഈ ഒരു ഫാമിലിനെ പരിചയപ്പെടാൻ സാധ്യത അതിലേറെ സന്തോഷം. ഒരാളും കൂടെ. ആ ചേട്ടനായിരുന്നു നിങ്ങളെ മുറുക്ക പിടിച്ചത്? അച്ഛനാണ്. അച്ഛനോ? ഓക്കേ. അച്ഛാ വരൂ അച്ഛാ. അമ്മയും വന്നിട്ടുണ്ടോ? ആ, അമ്മയുണ്ട്. എന്നാ ഫാമിലിയും കൂടെ ഒന്ന് പരിചയപ്പെടാം ആ, പ്ലീസ്. ഓക്കേ. അച്ഛനും അമ്മേനെയും കൂടെ. എലീന, ആ നമ്മള് ഇതിങ്ങനെ പറയില്ലേ, നമുക്കൊരു വിഷമഘട്ടം ഉണ്ടാവുമ്പോൾ നമ്മളെ മുറുകെ പിടിക്കാൻ നമ്മുടെ അച്ഛനുണ്ടാവും അല്ലേ? ആ വിഷമഘട്ടത്തിലാണ് ആ പിടിച്ചതെന്നുള്ളത്. എന്റെ ഫാദറിന്റെ പേരെങ്ങനെയാ? സുഖു. സുഖു. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാൻ ഓട്ടോയിലാണ്. ആ പിന്നെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോലുണ്ടായിരുന്നു. അടിപൊളി. 10-20 സിനിമയില്. പക്ഷെ കാണണമെങ്കിൽ ബൈനോക്കുലർ വെച്ച് നോക്കണം, അത് വേറെ നമ്മൾ അത്രയും പോലും ചെയ്തിട്ടില്ല. നമ്മൾ ഈ ഇരിക്കുന്ന ശ്വേത ചേച്ചിനെ നോബി ചേട്ടനെ അല്ല, ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞത്. അപ്പൊ അത് പിന്നെ ഞാൻ മിമിക്സ് പരേഡ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാകില്ല. അങ്ങനെ അത്യാവശ്യം ഇങ്ങനെ പോകും. ഏയ് അല്ല തെറ്റ്. ഓക്കെ, അടിപൊളി. പേര്? എന്റെ പേര് സുദിന. ഈ ഇടിയും ഇതൊക്കെ കണ്ടിങ്ങനെ വീട്ടിലിരിക്കുന്നു. ആണ്. ഇടയ്ക്ക് ഒരു ബ്ലോക്കിംഗ് ഒക്കെ ഉണ്ടോ? പഠിച്ചോ? മക്കൾക്ക് നല്ല സപ്പോർട്ടായിട്ട് ആ, സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്.